പലതരം ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വായിൽ വിരലിടുക, അങ്ങനെ ഒരുപാട്. അപ്പോൾ അതിൽ നമുക്ക് ഈ പല്ലിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഹാബിറ്റ്സ് ഏതൊക്കെയാണ്? പല്ലിനായിട്ട് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് ഈ ഡോക്ടർ പറഞ്ഞ മാതിരി തന്നെ തംസക്കിങ്. അത് ചിലർക്ക് ഒരു ഡിജിറ്റ് ആയിരിക്കാം, മറ്റ് ചിലർ പല വിരലുകൾ, അത് പല ഡെപ്തിൽ അവർ വെച്ചെന്നിരിക്കും. ചിലപ്പോൾ ചിലർക്കൊരു തറ്റമായിരിക്കാം, ചിലരത് പല ഇതിലും കുറച്ചുകൂടെ ഡീപ്പറായിട്ടുള്ള രീതിയിൽ വെക്കും. അപ്പോൾ ഇങ്ങനെ ഈ മോണയിൽ കണ്ടിന്യൂസ്ലി ഒരു പ്രഷർ പോയി കഴിയുമ്പം മോണയുടെ ഈ പോർഷൻ കുറച്ച് ഫ്രണ്ടിലേക്ക് ഉന്തി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പ്രൊക്ലിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ പല്ലുന്തിയതായിട്ട് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു മാലോക്ലൂഷൻ ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. പിന്നെയുള്ള മറ്റൊരു ഹാബിറ്റ് എന്ന് പറയുന്നത് മൗത്ത് ബ്രീതിങ് ആണ്. അത് വളരെ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. പ്രത്യേകിച്ച് കുറച്ച് ചെറിയ കുട്ടികൾ, അതായത് ഒരു 3 years ആൻഡ് ഒരു 5 to 6 years. അങ്ങനെ അവർക്ക് രാത്രി കിടക്കുന്ന സമയത്ത് കൂർക്കം വലിക്കുന്നുണ്ട്, വായിൽ നിന്ന് കുറേ തുപ്പൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വായിൽ കൂടെ തന്നെയാണ് അവർ കൂടുതൽ ശ്വാസം എടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷൻ കാണിക്കുകയാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞ മാതിരി കൂടുതൽ വായിലൂടെയാണ് വലിച്ചെടുക്കുന്നത്. അപ്പം ഐഡിയലി സ്പീക്കിംഗ് നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു സിസ്റ്റം പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേസൽ ബ്രീതേഴ്സ് ആയിരിക്കണം. ജനറലി നമ്മളെല്ലാവരും ഓരോ നേസൽ ബ്രീതേഴ്സ് ആണ്, അതായത് വായും മൂക്കും ആവശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നമുക്ക് മൂക്കൊന്ന് ബ്ലോക്ക് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ വാ തുറന്ന് നമ്മൾ ബ്രീത്ത് ചെയ്യും. അപ്പം എന്ന് പറഞ്ഞ മാതിരിയാണ് ഇതും. പക്ഷേ ഇത് വായിൽ കൂടുതൽ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മൂക്ക് യൂസ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ കുറച്ച് മുന്നോട്ടേക്ക് അഗൈൻ ഫ്ലാസിഡ് ആവുകയും കുറച്ച് മുന്നോട്ടേക്ക് തള്ളി വരികയും ചെയ്യും. അപ്പോൾ ഇതിന് ഇപ്പം കുട്ടികൾ അങ്ങനെ ചെയ്യാൻ എന്തായിരിക്കും കാരണം? അതായത് വായ തുറന്ന് ശ്വാസം എടുക്കാന്നുള്ളൊരു ഹാബിറ്റിലേറെ മേ ബി എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പല റീസൺസ് ഉണ്ട്. ഇപ്പം മൗത്ത് ബ്രീതിങ്ങിന് ജനറലി നമ്മൾ ആദ്യം ചെറിയ കുട്ടികളാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുക ഒരു ENT ഇവാലുവേഷനാണ്. അപ്പോൾ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വഴിയേ നമുക്ക് ശരിയാക്കാൻ കഴിയുള്ളൂ. നോട്ട് ജസ്റ്റ് നമ്മുടെ ഡെൻറ്റൽ വിങ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇപ്പം ഇൻ്റർവീൻ ചെയ്ത് നോക്കുമ്പോൾ ചിലർക്ക് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ആയിരിക്കും, അത് നോസിൻ്റെ ഈ പാലത്തിൻ്റെ അവിടെ ചെറിയൊരു വളവുണ്ടാവും. മറ്റു ചിലർക്ക് അഡിനോയിഡ്സ് ഭയങ്കര ഇൻഫ്ലെയിംഡ് ആയിട്ടായിരിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ അതുള്ളതാണ്, അഡിനോയിഡ്സും ടോൺസിൽസും. അപ്പോൾ അതൊരു ഏജ് ആകുമ്പോഴത്തേക്കും ജനറലി തന്നെ റിഗ്രസ് ചെയ്ത് പോവും. പക്ഷെ അത് നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മൂക്കിൽ കൂടെ ശ്വാസം വലിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഡോമിനൻ്റ്ലി ഒരു മൗത്ത് ബ്രീതറായിട്ട് മാറും. പിന്നെ അതൊരു ഹാബിറ്റായിട്ട് മാറും. ഇപ്പോൾ ഈ മൗത്ത് ബ്രീത്തിങ്ങിൻ്റെ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്തായിരിക്കും? നമുക്ക് മൗത്ത് ബ്രീതിങ് അഡ്രസ്സ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇതിൻ്റെ ഒരു സിവിയർ കണ്ടീഷൻ, അതായത് നെക്സ്റ്റ് ലെവൽ ലൈഫ് ത്രെറ്റനിങ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സ്ലീപ്പ് ആപ്നിയാണ്. അതും കുറച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇറ്റ്സ് നോട്ട് വെരി റെയർ. എല്ലാവർക്കും തന്നെ മിക്ക കുട്ടികളിൽ ഇത് കാണുന്നുണ്ട്. അത് വെച്ചുകൊണ്ടിരുന്ന് ഒരിക്കലും ട്രീറ്റ് ചെയ്യാതെ അഡൾട്ട്സിന് ഒരു ഹാർഡ് കോർ സ്ലീപ്പ് ആപ്നിക് പേഷ്യൻസ് ആയിട്ടൊക്കെ ഇന്നിപ്പോൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ സ്ലീപ്പ് ആപ്നി എങ്ങനെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് മേജർലി മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ മാതിരി രാത്രിയുള്ള മൗത്ത് ബ്രീതിങ്, പിന്നെ പ്രത്യേകം സൗണ്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഉറക്കം, പ്രത്യേകിച്ചുള്ള സ്നോറിങ് ആണ് ഇമ്പോർട്ടൻ്റ്ലി. പിന്നെ ഡ്രൂളിങ്, വായിക്കൂടെ. പില്ലോ എപ്പോഴും വെറ്റായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളുടെ പില്ലോ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ചെരിഞ്ഞ് കിടക്കുന്നിടത്ത് വെറ്റായിരിക്കും. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രക്സിസ് ആണ്, പല്ലിങ്ങനെ കൂട്ടി ഇരുമും. 2 റീസൺസ് കൊണ്ട് കുട്ടികൾ പൊതുവെ പല്ലുകൾ ഇരുമാറുണ്ട്. ഒന്ന്, പുതിയ പല്ല് കയറി വരുമ്പോൾ, പുതിയ പല്ല് മുളയ്ക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഗ്രൈൻഡിങ് ഇറിറ്റേഷൻ വരും. അങ്ങനെ അവർ ഇത് ചെയ്യാറുണ്ട്. അതല്ലാതെ ഈ ബ്രെത്ത്ലെസ്നെസ്, അതായത് ഈ ഗ്യാസ്പിങ് കാരണം ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ 2 സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് എയർ ഇങ്ങനെ പോയി കിട്ടും. സോ ദേ ആർ ട്രൈങ് ടു ബ്രീത്ത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായ ശബ്ദം രാത്രി കിടക്കുമ്പം കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു 6, അതായത് 7 വയസ്സ് വരെയുള്ള ചില കുട്ടികൾ രാത്രി അവരറിയാതെ ബെഡ് വെറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് എ സിവിയർ കണ്ടീഷൻ. ഇറ്റ് ഹാസ് ടു ബി. കാരണം ടോയ്ലറ്റ് ട്രെയിനിങ് ഐഡിയലി എപ്പോഴാണ് ചെയ്യേണ്ടത്? 2 വയസ്സിലാണ് ചെയ്യേണ്ടത്. 2 വയസ്സിലാണ് ടോയ്ലറ്റ് ട്രെയിനിങ് ശരിക്കും കുട്ടികൾക്ക് അത് അവരുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആയി വരുന്നത്. അപ്പോൾ 2 to 6, 7 വയസ്സെന്ന് പറയുമ്പോൾ സ്കൂൾ ഇത്തിരി വലിയ കുട്ടികളാണ്. അപ്പോൾ അറിയാതെ ബവൽ അല്ലെങ്കിൽ യൂറിത്രൽ കൺട്രോൾ ഇല്ല പറയുമ്പം ഇറ്റ് ഈസ് എ സൈക്ലിക് പ്രോസസ്സ്. അത് കുറച്ച് സിവിയർ ആണ്. പിന്നെയുള്ള വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് ഉറക്കത്തിൽ നിന്ന് ഞെട്ടുക. ശ്വാസം മുട്ടിയിട്ടാണ് ഈ എണീക്കുന്നത്,
പിന്നെയും തിരിഞ്ഞും മറിഞ്ഞും ടോസ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും ഇതൊക്കെ എന്താ മറിഞ്ഞും വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ കുറെ ചിലപ്പോൾ പാരന്റ്സിന് അറിയുണ്ടാവില്ല. പേരൻസ് ചിലപ്പോൾ ക്ഷീണിച്ച് ഉറങ്ങായിരിക്കും. പിന്നെ ഇതിനെ കാണിക്കുമ്പോൾ അവർ പറയും കുട്ടീൻ്റെ നന്നായി കളിക്കുന്ന കുട്ടി ആയതുകൊണ്ടാണ്. ഹൈപ്പറാണ്. ഇപ്പം നമുക്ക് ബെഡ് വെറ്റിംഗ് ആണെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നൊന്നും ഒരിക്കലും നമ്മൾ മൗത്ത് ബ്രീതിങ് ആയിട്ട് കണക്ട് ചെയ്യുന്നില്ലല്ലോ. അതെ, ഇതും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ രാത്രി വൃത്തിക്ക് ഉറങ്ങാത്ത കുട്ടികൾ, അതായത് ചിലർക്ക് നൈറ്റ് മെയർസ് ഉണ്ടാവും, പ്രത്യേക സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കുക, രാത്രി ഇടയ്ക്കിടയ്ക്ക് കരയുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു സൈക്ലിക് കണ്ടീഷൻ തന്നെയാണ്. ഈ രാത്രി വൃത്തിക്ക് ഉറങ്ങാത്ത കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പം ദിൽ ബി വെരി ഡ്രൗസി. അവർ സ്കൂളിൽ പോയിട്ട് അവർ ഒന്നും പഠിക്കില്ല, ടീച്ചർ പറയുന്നതൊന്നും അവർക്ക് കേൾക്കാൻ കഴിയില്ല, ബെഞ്ചിൽ ഇങ്ങനെ കയറി കിടന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണമാണ്. അവർ ക്ഷീണം വെച്ച് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും, ക്ലാസ് ശ്രദ്ധിക്കില്ല. ആൻഡ് പ്ലസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, അതായത് നമ്മുടെ ഈ ADHDയിലേക്ക് ഇതൊരു വളമായിട്ട് മാറും. ഇപ്പോൾ അത് നല്ലോണം ഉണ്ട് ഡോക്ടർ. അതെ, ഇപ്പോൾ അതിന്റെ സെന്റേഴ്സ് വളരെ കൂടിയിട്ടുണ്ട്. വെരി കോമൺ. ഒന്നീ ഒരു നമ്മുടെ ആ കോവിഡ് ബ്രേക്ക് ഡൗണിന്റെ സമയത്ത് വന്നിരുന്ന വെർച്വൽ ഓട്ടിസം എന്നുള്ളൊരു സംഭവം, അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും കുട്ടികളൊക്കെ ഇൻട്രാക്റ്റീവായി പേരൻസ് എല്ലാവരുമായിട്ട് ഇൻട്രാക്ഷൻ ആവുന്നുണ്ടെങ്കിലും ഈ ഫോൺ അഡിക്ഷനും അതല്ലാതെ ഇങ്ങനെയുള്ള ഹാബിറ്റ്സും ഇത് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ക്ലിനിക്കലി നമുക്കിത് ഇങ്ങനെ ഒരു ഇതാണ് മൗത്ത് ബ്രീത്തിങ്, നമുക്ക് ടെസ്റ്റിംഗ് ഉണ്ട്. അതല്ലാതെ നമുക്ക് ഫൈൻഡിങ്സ്, അതായത് ടീത്ത് ഫൈൻഡിങ്സ് എന്തെങ്കിലും ഉണ്ട്. ടീത്ത് ഫൈൻഡിങ്സ് മെയിൻലി ഇപ്പം നമ്മളുടെ എൻ്റെ നമ്മൾ ആദ്യം നോക്കുക മാലോക്ലൂഷൻ, അതായത് ഉന്തി വരുന്നുണ്ടോ. അപ്പോൾ ഉന്തി വരുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ കുറേ അപ്ലയൻസസ് ഉണ്ട്. ഓറൽ സ്ക്രീൻ, അതൊക്കെ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള അപ്ലയൻസ് ആണ്. അതല്ലാതെ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ആവുന്ന മാക്സിലറി എക്സ്പാൻഡേഴ്സ് ഉണ്ട്. കോമ്പിനേഷൻ പല ഓരോ കേസിനും ഓരോ അപ്ലയൻസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ബട്ട് ഈ അപ്ലയൻസ് നമുക്ക് കൊടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് വി നീഡ് മെഡിക്കൽ ക്ലിയറൻസ്. അപ്പം ENT-കാരുടെ ക്ലിയറൻസ് വേണം. ആൻഡ് സെക്കൻഡ്ലി നമുക്ക് വേണ്ടത് ഒരു സ്ലീപ്പ് മെഡിസിൻ്റെ ഒരു കൺസെൻ്റ് ആണ്. അപ്പോൾ സ്ലീപ്പ് മെഡിസിനിൽ എക്സ്പേർട്സ് വിൽ ബി ഗൈഡിങ്. അത് ഈ ഹോം സ്ലീപ്പ് ആപ്നിക് ടെസ്റ്റ് ഉണ്ട്. അതിങ്ങനെ ഒരു പോർട്ടബിൾ മോണിറ്റർ ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു ഡിവൈസാണ്. അത് ശരീരത്തിൽ ഘടിപ്പിച്ചിട്ട് ആളുടെ ബ്രീതിങ് റേറ്റ്സും ഓക്സിജൻ സാച്ചുറേഷനും ഒക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുക. അതൊരു ഹോം റെമഡിയാണ്, ടെസ്റ്റാണ്. ഇനി അങ്ങനെ അല്ലാതെ പോളിസോംനോഗ്രഫി എന്ന് പറയും, അതായത് ഒരാളുടെ സ്ലീപ്പ് അളക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ലീപ്പ് മെഡിസിൻകാർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ക്ലിയറൻസ് കിട്ടി ദാറ്റ് ദ പേഷ്യൻറ്റ് ഇസ് ഓക്കെ. ഇപ്പോൾ അഡനോയിഡ്സ് നല്ല രീതിയിൽ ഹൈപ്പർട്രോഫിക് ആയിട്ടുള്ളവർക്ക് നമുക്ക് ഒരിക്കലും നമ്മളുടെ അപ്ലയൻസസ് കൊടുക്കാൻ കഴിയില്ല. ദേ ഹാവ് ടു ഗോ ഫോർ എ സർജിക്കൽ റിസെക്ഷൻ. റിസെക്ഷൻ കഴിഞ്ഞ് നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ ഗിവ് ദ സപ്ലൈ. കുട്ടി ആ അപ്ലയൻസ് ടേക്കപ്പ് ചെയ്യും.